ഓക്കെ ഗൈസ് നോടാ. താങ്ക് യു ഗൈസ്. ഇതല്ലേ പുറ്റടിയാണ് ഗൈസ്. അല്ല മാത്ത് പറഞ്ഞൂടെ, മാത്തുവിനെ ഞാൻ ഫേമസ് ആക്കിയല്ലേ. ഗൈസ് ഇതാണ് ഇടുക്കിക്ക് വേണ്ടി ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത വിമാനത്താവളത്തിൻ്റെ ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കാണുന്ന ഏരിയ ആണിത്. ഇപ്പോൾ വിമാനത്താവളം ഒന്നും വന്നിട്ടില്ല ഇതുവരെ, വരാൻ പ്ലാനിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ ചെല്ലാർകോവിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കേരള തമിഴ്നാട് വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്നാൽ നമുക്ക് അതിമനോഹരമായ വ്യൂ പോയിന്റ് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ മുഴുവൻ ഏലകൃഷിയാണ് കൂടുതലായിട്ട്. സ്പൈസസിൽ മെയിനായിട്ട് ഏലകൃഷിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഏലം, കുരുമുളക്, ഗ്രാമ്പു മുതലായ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ചെല്ലാർകോവിൽ വ്യൂ പോയിന്റിൽ എത്താൻ സാധിക്കുന്നതാണ്. എക്കോ ടൂറിസം എല്ലാം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പം മുന്നോട്ട് നീങ്ങുകയാണ്. വേഗക്കാലം അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോയിട്ട് കാര്യമായിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചെല്ലാർകോവിൽ എക്കോ ടൂറിസത്തിൻ്റെ വ്യൂ പോയിൻ്റ് അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടുത്തെ ടിക്കറ്റ് കാര്യങ്ങൾ എൻട്രൻസ് 20, ചിൽഡ്രൻസിന് 10. അപ്പം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് അകത്തെ കാഴ്ചകൾ. ഇത് വ്യൂ പോയിൻ്റ് കാണുവാനായിട്ടുള്ള ഒരു വ്യൂ ഏരിയയാണ്. നമുക്കിതിൻ്റെ മേളിൽ നിന്ന് കാണാവുന്നതാണ്. ഫുൾ തമിഴ്നാട് ഏരിയ. ഇതിൻ്റെ അകത്ത് അതിമനോഹരമായ ഒരു പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിക്കുവാനും ഒക്കെ ആയിട്ട്, സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അതിമനോഹരമായ ഒരു പാർക്കുണ്ട് ഇവിടെ. ഇതാണത്. ട്രീ ഹൗസ് പോലത്തെ സെറ്റപ്പുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ വ്യൂ പോയിൻ്റെ കാഴ്ചകൾ ഒന്ന് കാണാം. കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് വ്യൂ പോയിൻറ്റിൻ്റെ അതിലേക്ക് കയറാം. ബാൽക്കണിയിലേക്ക് കയറാം. ഇപ്പോൾ ഗോഡ്സ് ഓൺ ബാൽക്കണി എന്നൊക്കെ എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പ് വഴി അതിൻ്റെ മുകളിലേക്ക് കയറിയതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ കാണാം. അത്യാവശ്യം നല്ല പൊക്കത്തിൽ തന്നെ സ്റ്റെപ്പുകളുണ്ട്. നല്ല ഉയരത്തിലാണ് സംഭവം ഉള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് അവിടുത്തെ തമിഴ്നാടിൻ്റെ വ്യൂസ് ചെറുതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇതുവഴി 2 നിലയായിട്ടാണ് വ്യൂ പോയിൻ്റ് ഉള്ളത്. ആദ്യമേ നമുക്ക് ആദ്യത്തെ നിലയിൽ നിന്നുള്ള വ്യൂകൾ കാണാം. ഇതാണ് അതിമനോഹരമായി നിർമ്മിച്ച വ്യൂ പോയിൻ്റാണ്. വ്യൂവിൻ്റെ ബാൽക്കണിയാണ്. ഇവിടെ ഷട്ടറുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സമയങ്ങളുണ്ടാവണം ഇത് ഓപ്പൺ ക്ലോസിങ്ങിൽ. ആദ്യത്തെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ചകളാണിത്. ഇത് അപ്പുറത്ത് കാണുന്നതാണ് തമിഴ്നാട്. അപ്പുറത്ത് കാണുന്ന മലനിരകളും തമിഴ്നാടിൻ്റെ കൃഷിസ്ഥലങ്ങളുമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ ഇവിടുന്ന് ഇതിൻ്റെ അടുത്തൊരു ഫ്ലോറുണ്ട്, അതിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ഫ്ലോറിലേക്കും സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ സ്റ്റെപ്പ് വഴി അടുത്ത ഫ്ലോറിലേക്ക് കയറാം. അപ്പോൾ അടുത്ത ഫ്ലോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൈവരിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെപ്പും കാര്യങ്ങളും നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബാൽക്കണിയാണിത്. അടിപൊളി. നമ്മളിവിടെ അടിപൊളിയായുള്ള വ്യൂ ആണ് കാണാനായിട്ടുള്ളത്. അതിമനോഹരമായ തമിഴ്നാട് കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. ഈ ബാൽക്കണികളെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. 2 നിലകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന അതിമനോഹരമായ ബാൽക്കണി.
ഏതായാലും നമ്മൾ കാഴ്ചകൾ കണ്ടു. പയ്യെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴേക്ക് പോവുകയാണ്. വളരെയധികം സൂക്ഷിച്ച് വേണം ഇറങ്ങുവാനൊക്കെ ആയിട്ട്. കുട്ടികളൊക്കെ ഇതിൽ കയറുമ്പോൾ മാതാപിതാക്കൾ കൈകളിൽ പിടിച്ച് സുരക്ഷിതമായിട്ട് വേണം ഇതിൽ കയറ്റുവാനായിട്ട്. പരമാവധി കുട്ടികളെ ഇതിൻ്റെ മുകളിൽ കയറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറ്. ഇവിടെ നിന്നാലും അത്യാവശ്യം വ്യൂ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് സെക്കൻഡ് ഫ്ലോറ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാലും ഇന്നത്തെ കാഴ്ചകൾ. ഇനി താഴെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ചിലർ കോവിലിൻ്റെ തന്നെ താഴെ ഇനിയും ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് കാണുവാനായിട്ട് സാധിച്ചാണ് ഒരു ട്രീ ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് മേളിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു മരത്തിൽ മിഡിൽ ഭാഗത്തായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ കയറുവാനായിട്ട് ഒരു എണിയും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. നമുക്കതിലൂടെ ഏതെങ്കിലും ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. മേളിലേക്ക് വളരെയധികം സൂക്ഷിച്ച് കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ചെന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, ഈ കാണുന്ന സ്റ്റെപ്പ് വഴിയാണ്, ഏണി വഴിയാണ്, സ്റ്റെപ്പല്ല ഏണി വഴിയാണ് നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് വലിഞ്ഞു കയറിയത്. അപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ അത്യാവശ്യം മിഡിൽ ഭാഗത്തായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വ്യൂ പോയിൻറ്റിൽ കാണുന്ന പോലെ തന്നെ ചെറിയ രീതിയിൽ ഇടയ്ക്കൂടെ നമുക്ക് ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ട്രീ ഹൗസിൻ്റെ മേളിൽ തന്നെ നമുക്കിതുപോലെ ഒരു ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. ഈ മരത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. പൂവായിട്ടില്ലെന്ന് തോന്നുന്നു. പൂക്കൾ അതിൻ്റെ അറ്റത്തൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഇതാണ് ഈ പാർക്കിലെ അകത്തെ കാഴ്ചകൾ. കുട്ടികൾക്ക് കളിക്കുവാനുള്ള പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പേരകൾ, അങ്ങനെ ചെറിയ ചെറിയ എല്ലാ ഐറ്റംസുകളും ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് നടന്നിട്ട് നമുക്ക് അടുത്ത വ്യൂ കാണുവാനായിട്ട് താഴേക്ക് പോകാം. നമ്മളങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഈ ഈറ്റയ്ക്കുള്ളിൽ ഒരു ഇരിപ്പിടം ക്രമീകരിച്ച് കണ്ടത്. വളർന്ന ഈറ്റനെ ഇങ്ങനെ വളച്ച് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കാവുന്ന രീതിയിൽ ഒരു തണലിൻ്റെ അടിയിൽ നമുക്ക് ഇരിക്കാവുന്ന പോലെ ഒരു സീറ്റിംഗ് ക്രമീകരണമൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് നല്ല അതിമനോഹരമായൊരു നിർമ്മിതിയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ് ഈ ലൈറ്റൊക്കെ കത്തിക്കുന്നതെന്ന് അറിയത്തില്ല. എനിവേ നല്ലൊരു കാണുവാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ക്രമീകരണമാണിത്. ഇതാണ് ഇതിൻ്റെ വെളിയിലോട്ടുള്ള വാതിൽ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലൂടെ വെളിയിലോട്ട് ഇറങ്ങാം. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ പാർക്കിലേക്ക് വീണ്ടും എത്തി. ഫ്രണ്ട്സ്, ഇതാണ് ആ കാണുന്നതാണ് നമ്മുടെ മുളങ്കാടുകൾക്കുള്ളിലെ ചെയർ. അതാണ്. അപ്പോൾ നമ്മളിനി ഇതിൽ താഴേക്ക് പോവുകയാണ് അടുത്ത കാഴ്ചകൾ കാണാനായിട്ട്. ഇവിടെ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ പോലത്തെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പോലെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ അതിമനോഹരമായ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു പിക്ചർ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് കത്തുന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിവേ ഇതിലൂടെ ബാക്കി കാര്യങ്ങൾ കണ്ട് നമുക്ക് ഏതെങ്കിലും ഇനി അടുത്തുള്ള വ്യൂ പോയിൻറ്റിലേക്ക് തിരിക്കാം. ഹായ് ഗൈസ്, നിങ്ങൾ എന്താണ് ഇവിടെ പരിപാടി? ഹായ് ഹായ്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് കുറച്ച് കുട്ടീസിനെ കണ്ടു. കുട്ടീസ് ഈ മുന്നിൽ കാണുന്ന അത്തിമരമാണ്. അത്തിമരത്തിൻ്റെ കായ്കളാണിത്. ഇതാണ് അത്തിമരം. അതിവിശാലമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അത്തിമരമാണിത്. രണ്ട് അത്തിമരം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൽ നിറച്ച് കായ്കളടപ്പുണ്ട്. ഇതാണ് വേറൊരു അത്തിമരം. രണ്ട് അത്തിമരം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടും ഇങ്ങനെ ഗാർഡൻ കിടക്കുകയാണ്. ഓരോ സവിശേഷമായ ഔഷധ സസ്യങ്ങളും ചെടികളും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിനി അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു ഗൈസ്. ഇത് മലയണ്ണാനാണ് ഗൈസ്. ഇതുണ്ടോ, മലയണ്ണാന് അവന് ചക്കപ്പഴം കടിച്ചു പറിച്ച് തിന്നുകയാണ് മലയണ്ണാന്. ഇപ്പം തൂങ്ങിക്കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പിന്നെ തൂങ്ങി ആടുന്നതായിട്ട് പുള്ളി ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒച്ചയില്ലാതെ ഇവൻ്റെ അടുത്ത് ചെന്ന് കാണാം ഗൈസ്.
അരുവിക്കുഴി വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്ക് 15 രൂപയും 5 വയസ്സിന് താഴെയാണെങ്കിൽ ഫ്രീ ആണ്. അഡൽസിന് 25 രൂപയാണ്. അപ്പോൾ നമുക്ക് പയ്യെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. അതിമനോഹരമായൊരു വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. ഇവിടെ മനോഹരമായ അതിവിശാലമായ ഒരു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വാഹനങ്ങൾക്കൊക്കെ നമുക്കിവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. വാഹനങ്ങൾക്ക് പ്രത്യേക ചാർജുകൾ ഈടാക്കുന്നതല്ല ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ആ വ്യൂ പോയിൻ്റിൻ്റെ കാഴ്ചകൾ താഴെ പോയി കാണാം. പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപകട സാധ്യതയുള്ള പ്രദേശം, കൊക്കയുടെ അടുത്തേക്ക് പോവാതിരിക്കുക, ആക്സിഡൻ്റ് വന്ന ഏരിയ, ഡു നോട്ട് ഗോ ടു ദ എഡ്ജ് എന്നെല്ലാം ഇവിടെ പ്രത്യേകതരം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വെള്ളം ഒഴുകി വരാൻ സാധ്യതയുള്ള ഒരു അരുവി തോട് എന്ന് പറയുന്നത്. ഇതിലെ മഴക്കാലത്ത് വളരെയധികം വെള്ളം ഒഴുകുന്നതാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളെ അറിയിച്ചത്. ഈ കാണുന്ന ഭാഗത്തിലൂടെ നമുക്ക് നടന്ന് മേളിലോട്ട് കയറിപ്പോകാൻ സാധിക്കും. പക്ഷേ അത് തമിഴ്നാട് ഏരിയ ആണ്, ബോർഡറാണ്, തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് റേഞ്ചാണ്. അപ്പോൾ അവിടെ പോകുന്നതൊക്കെ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം നമ്മൾ പോകുവാനായിട്ട്. ഇതാണ് ഏകദേശം ഇതൊരു വലിയ കൊക്കയാണ്. ഒരു സൂയിസൈഡ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ വളരെയധികം അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു ഏരിയ മേഖലയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗങ്ങളിൽ ഇതിലൂടെ വെള്ളം ഒഴുകി താഴേക്ക് വലിയൊരു